ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റമദാൻ ഡേ 3 ആണിത്. അപ്പോൾ അത്താഴത്തിന് ഞാൻ ഒറോട്ടിയും ചിക്കൻ കറിയാണ് കഴിച്ചത്. അങ്ങനെ അത്താഴം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ബാൽക്കണിയിലൊക്കെ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് ഇവിടെ ഇരുന്ന് പിന്നെ സുബഹി നിസ്കരിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഖുർആനോത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉറങ്ങി. പിന്നെ എണീറ്റ് ഇസാനെ സ്കൂളിൽ പറഞ്ഞയച്ച് പിന്നെ എടുക്കുന്ന വീഡിയോ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമാണ്. അപ്പോൾ ഓരോ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് 2 സ്നാക്സാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആപ്പിൾ മുന്നേ തന്നെ കണ്ടപ്പോൾ ആപ്പിളിനെ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആപ്പിൾ ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൽ ഇഷ്ടമുള്ള എന്താ പറയുക നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് പിന്നെ ജീരകം ഇട്ട് കൊടുക്കാനുണ്ട്. ജീരകം ഇല്ലെങ്കിൽ എള്ള് ഏതായാലും കുഴപ്പമില്ല. എള്ളാണെങ്കിൽ ഇതിനേക്കാളും നല്ലതായിരിക്കും. ജീരകമാണ് എനിക്ക് ഇതിന് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിട്ട് കൊടുത്തത് ഞാൻ ഉണക്ക മുന്തിരിയാണ്. എന്താണ് ഉള്ളത് നിങ്ങളുടെ അടുത്ത് നട്ട്സായിട്ട് എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റിൻ്റെ ചെറിയ മിഠായികൾ ഉണ്ടായിരുന്നു, അതും കൂടി ഞാനൊന്ന് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൂവമ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴവും കൂടി ഇട്ട് കൊടുക്കാം. റോബസ്റ്റ് പഴമാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു മുട്ടയും കൂടി ചേർക്കാവുന്നതാണ്, പക്ഷെ ഞാൻ മുട്ട ചേർത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് മാത്രമാണത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പാൽ വേണമെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ആപ്പിളും ഗീയും കൂടി മിക്സ് ആയപ്പോൾ. പിന്നെ ആവശ്യത്തിനുള്ള മൈദയും അതൊന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം മുട്ടയാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിൽ മുട്ട ചേർത്താൽ ചിലപ്പം എന്താ പറയുക ഉമ്മയൊന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുട്ടയൊന്നും ചേർക്കാണ്ടാക്കുന്നത്. ഇതിൽ മുട്ട ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടേസ്റ്റും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ല റെസിപ്പി ആയി കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ നല്ലോണം കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി എടുത്തിട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലിങ്ങനെ ഈ മിക്സ് കോരി ഒഴിച്ചിട്ട് അതിനങ്ങനെ പൊരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ഞാൻ ഇറച്ചിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ഇറച്ചിപ്പത്തിലാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില, കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്നിട്ട് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് പീസിനാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മിക്സിയിലൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. അങ്ങനെ എല്ലാ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി നല്ലോണം വഴറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. ഇറച്ചിപ്പത്തിലാക്കേണ്ട മസാലയാണിത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അത് പൊരിക്കലും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മീനടിയും ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി ഇന്ന് ഞാൻ വറുത്തരക്കൊന്നല്ല മുളകിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സവാളയും പിന്നെ 2 ടൊമാറ്റോ പിന്നെ 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ നല്ലോണം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ ഈ കട്ടർ വെച്ചിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് നോമ്പിനൊക്കെ നല്ല എന്താ പറയുക യൂസ്ഫുള്ളാണ് ഈ കട്ടർ. ഇതുപോലത്തെ കട്ടറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഷോപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കറി വെക്കേണ്ടത് ചട്ടിയും കൂടി അടുപ്പത്ത് വെച്ചിട്ട് കറിയും വെക്കാവുന്നതാണ്. പിന്നെ ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് മസാല അങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിപ്പത്തിലും കടിയൊക്കെ ഉണ്ടാക്കി. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എല്ലാ റെസിപ്പി. പിന്നെ ചായ ഉണ്ടാക്കി. പിന്നെ നന്നാരി സർബത്ത് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് അതും കലക്കി വെച്ചു. ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയത്. പിന്നെ മീനട അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല.
അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയത് ഇന്നത്തെ റെസിപ്പി ആയിട്ട്. ഫ്രൂട്ടായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് വാട്ടർ മെലണാണ്. അപ്പോൾ ഗ്ലാസ്സിലൊന്നും ജ്യൂസൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ ഒഴിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ മീനട ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് എടുക്കുകയുള്ളൂ. ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഓക്കെ, ബൈ.